ഡോക്ടറെ ഒന്ന് കാണണമായിരുന്നു. ഇൻസ്പെക്ടർ രാജേന്ദ്രൻ ഹിയർ. അതെ, ശരിയാണ്, തല്ലിയതും ശരിയാണ്. കുറ്റവാളികളെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കാൻ ഇൻസ്പെക്ടർ രാജേന്ദ്രൻ ശീലിച്ചിട്ടില്ല. അതെ അതെ, നിങ്ങൾ ഭരണകക്ഷിയോ പ്രതിപക്ഷമോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. പ്രതി കുറ്റം ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. അതെ അതെ, എനിക്ക് ഭയമില്ല. സത്യത്തിന് വേണ്ടിയാണ് ഞാൻ നിലകൊള്ളുന്നത്. നീതി നടപ്പാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാക്കി കുപ്പായ വിട്ടത്. ഇല്ല, ഒരു വിട്ടുവീഴ്ചയുമില്ല. യെസ്, ഇരിക്കൂ. എന്താണ്? അവിവേകമാണെങ്കിൽ പൊറുക്കണം. ഇല്ല, അവിവേകം പൊറുക്കുകയില്ല. സാറ് ഇപ്പൊ ഫോണിൽ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ എനിക്ക് പേടിക്കാനില്ല. ഫോണിൽ പറഞ്ഞതോ? അതെ, സാറ് സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറഞ്ഞല്ലോ. പറഞ്ഞ സത്യമാണ്. കോട്ടപ്പള്ളി സുലൈമാൻ എന്ന കേടിയെ ഒതുക്കിയത് ഞാനാണ്. അപ്പോ എനിക്ക് നീതി കിട്ടും അല്ലേ? നിങ്ങൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ഇവിടെ നീതി കിട്ടും. ഞങ്ങൾ 9 കൊല്ലമായി വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഒരാൾ ഇറക്കി വിടാൻ വന്നാൽ സാർ അയാൾക്ക് കൂട്ടു നിൽക്കുവോ? ആരാണ് നിങ്ങൾ? ഞാൻ മീര. എന്റെ അമ്മ പേടിച്ച് പനിച്ചു കിടക്ക. സാറാ പണിക്കരുടെ കൂടെ വീട്ടിൽ വന്നില്ലേ? ഓഹോ, നിങ്ങളാണോ അഹങ്കാരി? സാർ, വാടക കൊടുക്കാതെ അയാളുടെ വീട്ടിൽ കയറി താമസിച്ചിട്ട് ഇവിടെ നീതിക്ക് വന്നേക്കുന്നോ? വാടക കൊടുത്തില്ലെന്നോ? ഈ മാസം വരെ വാടക അയച്ചതിന്റെ റെസിപ്റ്റ് എന്റെ കയ്യിലുണ്ട് സാർ. ആര് പറഞ്ഞു? ഞാനല്ലേ സാർ അയച്ചത്. സത്യസന്ധനായ സാറിനെ ആ പണിക്കര് പറഞ്ഞു പറ്റിച്ചതാണ്. നോ, പണിക്കരൻ സുഹൃത്താണ്. ചായ ഷാപ്പിൽ തല്ലുണ്ടാക്കിയാൻ. ഓഹോ, ഇവനാണോ? അയ്യോ, ഞാനല്ല സാറ്. I am very strict. അപ്പോ വാടക കൊടുത്തു എന്ന് പറയുന്നത് സത്യമാണോ? സാർ, വാടക കൊടുത്തു എന്ന് പറയുന്നത് സത്യമാണോന്ന്? അതെ സാർ, റെസിപ്റ്റ് ഉണ്ട്. അതുമാത്രമല്ല, നിങ്ങളുടെ പേരിലുള്ള ആരോപണം പോലീസ് പുല്ലാണെന്നും സബ് ഇൻസ്പെക്ടർ, അതായത് ഞാൻ, ഒരു കിഴങ്ങനാണെന്നും നിങ്ങൾ പറഞ്ഞില്ലേ? അയ്യോ സാർ. ഗെറ്റ് ഔട്ട്. എന്തിനാണ് സാർ സാറ് കിഴങ്ങനാണെന്ന് ഞാൻ പറയുന്നത്? സാറിനെ പറ്റി ഞാൻ എത്ര കേട്ടിരിക്കുന്നു. ആർക്കെങ്കിലും സാറിനെ പറ്റി അങ്ങനെ പറയാൻ പറ്റൂ? വാടക കൊടുത്തില്ലെങ്കിൽ ഞങ്ങളെ ഇറക്കി വിട്ടോട്ടെ. കൊടുത്തു എന്ന് തെളിഞ്ഞാൽ ഞങ്ങളെ താമസിക്കാൻ അനുവദിക്കോ സാർ? അത് സാറല്ലാതെ ഞങ്ങൾക്ക് നീതി തരാൻ മറ്റൊരാളില്ല. ഞാൻ ആലോചിക്കട്ടെ. കരയാതിരിക്കൂ. ആ കണ്ണു തുറക്കു കുട്ടി. പോയിക്കോളൂ, കുട്ടിക്ക് നീതി ലഭിച്ചിരിക്കും. ഉറപ്പാണോ സാർ? എസ് ഐ രാജേന്ദ്രനാണ് പറയുന്നത്. പോയിക്കോളൂ. താങ്ക് യു സാർ. നിൽക്കൂ. പോയിക്കോളൂ.
പെട്ടെന്ന് ഇങ്ങനെ ഒരു മനം മാറ്റം ഉണ്ടാകാനുള്ള കാരണം എന്താണെന്നാ ഞാൻ ചോദിച്ചത്. അവര് വാടക തരാറില്ലെന്ന് നീ നുണ പറഞ്ഞതല്ലേ? എന്നാര് പറഞ്ഞു? ഞാൻ പോലീസിനെ വിട്ട് അന്വേഷിപ്പിച്ചു. പോലീസിനെ വിട്ട് അന്വേഷിപ്പിക്കാൻ ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. നീ പറഞ്ഞതുപോലെ ചെയ്യാൻ പോലീസുകാരായിരുന്നു നിന്റെ കൂലിക്കാരോ? പോലീസുകാരെ അവരെ അധിക്ഷേപിച്ചോ? ഞാൻ വിശ്വസിക്കുന്നില്ല. ആഹാ, നിനക്ക് അവര് കൈക്കൂലി തന്നു അല്ലേ? ഗോപാലകൃഷ്ണ, കൈക്കൂലി എന്ന വാക്ക് തന്നെ എനിക്ക് അലർജിയാണ്. എന്തിനാ നിർത്തിയത്? തല്ലടാ, തല്ലടാ, ഒരു പ്രാണ സുഹൃത്തിന്റെ മോന്തികൾ തല്ലടാ. സ്നേഹത്തെക്കാൾ വലുതാടാ എനിക്ക് സത്യവും നീതിയും. ഒന്നോ കേട്ടോ ഗോപാലകൃഷ്ണ, ഈ കാക്കി കുപ്പായം നിന്നെ ഒരു ഭ്രാന്തനാക്കിയടാ, നന്ദി കെട്ടവനാക്കി. രാജേന്ദ്ര, സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് നിനക്ക് എത്ര പ്രാവശ്യം ഞാൻ ചോറ് വാങ്ങിച്ചു തന്നിട്ടുണ്ടടാ. വെട്ടി ഉരുട്ടി ഉരുട്ടി വിഴുങ്ങിയതൊക്കെ നീ മറന്നു വേണോടാ. നീ അല്പനാണ്. നീ ശപ്പനാണ്. പോടാ. നീ വലിയ എസ് ഐ ആണെന്ന് ഞാൻ നോക്കൂല. അടിച്ച് നിന്റെ മൂന്നയുടെ ഷേപ്പ് ഞാൻ മാറ്റും. നിന്റെ സഹായം എനിക്ക് വേണ്ടടാ. നീ കോട്ടപ്പള്ളി സുരേന്ദ്രനെ വേണ്ട പാക്കിയാണല്ലോ. നീ ധൈര്യം കൊണ്ട് എന്നോട് കളിച്ചു നോക്ക്. ഉണ്ട ചോറിന് നന്ദി കാണിക്കാത്ത കൊണാപ്പൻ. മീര, നല്ല പേര്. വാടകക്കാർ അവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര വർഷമായി? അതൊന്നും ഒരു പ്രശ്നമല്ല സാർ. ഒരു സൂട്ട് ഫയൽ ചെയ്ത് കേസ് നടത്തി വാടകക്കാരെ ഒഴിപ്പിക്കാൻ എനിക്ക് ഉദ്ദേശമില്ല. കേസില്ലെങ്കിൽ പിന്നെ വക്കീലിന്റെ ആവശ്യം എന്താ? ഞാൻ മുഴുവൻ പറയട്ടെ സാറേ. പറയൂ. ഈ പറയുന്ന 9 കൊല്ലം വേണ്ട, ഈ കാലം അത്രയും ഹൗസ് ഓണർ, അതായത് ഞാൻ തന്നെയാണ് മേപ്പടി വീട്ടിൽ താമസിച്ചു വരുന്നത്. ഈയിടെയായി വീട്ടുടമസ്ഥനെ ശല്യപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും ചില കക്ഷികൾ വീട് കയ്യേറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ അടിയന്തരമായി ഒരു ഉത്തരവ് മുഖേന ഈ കക്ഷികളിൽ നിന്നും വീട്ടുടമസ്ഥനായ ഗോപാലകൃഷ്ണ പണിക്കരെ സംരക്ഷിച്ചുകൊള്ളാൻ താഴ്മയായി അപേക്ഷിച്ചുകൊള്ളുന്നു. ഇങ്ങനെ ഒരു അപേക്ഷ, അതായത് ടെമ്പററി ഇഞ്ചക്ഷൻ നമ്മൾ കൊടുക്കുന്നു. അതുകൊണ്ട് എന്താ കാര്യം? ഹൗസ് ഓണർ താമസിക്കുന്നത് ഇപ്പൊ അവിടെ അല്ലല്ലോ. ഹൗസ് ഓണർ അവിടേക്ക് താമസം മാറ്റാൻ പോവുകയാണല്ലോ. അത് വാടകക്കാര് സമ്മതിക്കണ്ടേ? അത് ഞാൻ നോക്കിക്കോളാം. ഇത്രയൊക്കെ അറിയാവുന്ന എനിക്ക് പിന്നെ ഒരു വക്കീലിന്റെ ആവശ്യമൊന്നുമില്ല. അതല്ലെന്നേ, ഇഞ്ചക്ഷൻ അപേക്ഷയ്ക്ക് മുമ്പ് വാടകക്കാരെ ശല്യപ്പെടുത്തി വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ഞാൻ ശ്രമിക്കും. അത് വിജയിച്ചാൽ പിന്നെ കേസും കോടതിയൊന്നും വേണ്ടി വരില്ലല്ലോ. എന്നാ പിന്നെ അതിനുശേഷം നമുക്ക് കണ്ടാ മതിയല്ലോ. അല്ല വക്കീലേ, അതിലൊരു പ്രശ്നമുണ്ട്. അതിക്രമിച്ചു കിടന്നവൻ ഞാനാണെന്നും പറഞ്ഞ് അവർ പോലീസിൽ കംപ്ലൈന്റ് ചെയ്താൽ പോലീസിന് വേണമെങ്കിൽ എന്നെ ലോക്കപ്പിലാക്കാം. ആ സമയം വക്കീൽ വന്ന് ജാമ്യത്തിലൊന്ന് ഇറക്കി തന്നാ മതി. അമ്പാടാ മിടുക്ക, തന്നെപ്പോലുള്ള ഒരാളെ തൊടാൻ പോലീസിനും ധൈര്യം ഉണ്ടായിന്ന് വരില്ല. 9 കൊല്ലമായിട്ട് അവിടെ താമസിക്കുകയാണെന്നുള്ളതിന് അവരുടെ ഈ തെളിവില്ലേ? എന്ത് തെളിവ്? വാടക മണി ഓർഡറായി അയച്ചതിന്റെ രസീത് കാണുമല്ലോ. ആ രസീത് അവരുടെ കയ്യിലിരിക്കത്തേ ഉള്ളൂ. അത് വാടക തന്നതല്ല, അവരെന്നോട് കടം വാങ്ങിച്ച കാശാണെന്ന് ഞാൻ കോടതി പറയും. എണീക്കടോ, എണീക്കടോ, എണീക്കാൻ. തന്നെപ്പോലുള്ളവരെ പ്രോത്സാഹിപ്പിച്ചാലേ വക്കീലന്മാരുടെ കഞ്ഞൂടി മുട്ടും. അല്ല വക്കീലെ, എനിക്ക് വക്കീലിന്റെ സഹായം ആവശ്യമായി വരും. ചേംബറിൽ മൂവ് ചെയ്ത് കമ്മീഷൻ എടുപ്പിക്കേണ്ടി വന്നാൽ എനിക്ക് വക്കീലിന്റെ സഹായം വേണം. വയലേഷൻ ഓഫ് ഇഞ്ചക്ഷൻ പ്രൂവ് ചെയ്താൽ ടെനൻസിനെ പോലീസുകാരെ കൊണ്ട് അറസ്റ്റ് ചെയ്യിക്കണം. ഇതിനൊക്കെ വക്കീലിന്റെ BA-BL ഡിഗ്രി എനിക്ക് വേണ്ടി വരും. ഓഹോ, അത് ശരി. ഡിഗ്രി മാത്രം, എന്നെ വേണ്ട. എല്ലാം കോടതി വരാന്തെന്ന് പഠിച്ചാണ് സാർ. വേണ്ട വേണ്ട വേണ്ട, എന്റെ നിയമോപദേശം എനിക്ക് വേണ്ടി വന്നില്ലല്ലോ. അയ്യോ, അത് പറ്റില്ല. ഒരു വക്കീലിനെ കണ്ടാൽ ഫീസ് കൊടുത്തിരിക്കണം, ഇല്ല എനിക്ക് ഉറക്കം വരില്ല. അത്ര നിർബന്ധമാണെങ്കിൽ അതിന്റെ അടിയിലേക്ക് വെച്ചേക്കാം. എന്നാ പിന്നെ ഞാൻ ആ വീട്ടില് ഇടിച്ചു കയറി അങ്ങ് താമസിക്കാൻ പോവാ. ശ്രമിച്ചു നോക്കൂ. ഓൾ ദ ബെസ്റ്റ്.
എന്താ പണിക്കരെ ഇന്നലെ ഉത്സവം പറയുമ്പോ കച്ചവടം ഉണ്ടേ നിങ്ങൾക്ക്? ഞങ്ങൾ പ്രശ്നം സോൾവ് ചെയ്തു. പാവങ്ങൾ സമാധാനമായിട്ട് ജീവിച്ചോട്ടല്ലേ. പിന്നല്ലാതെ. അല്ല, എന്താ നിങ്ങളുടെ പേര്? ഉമ്മറ്. ഇതെന്താ കെട്ടും ചേടൊക്കെ ആയിട്ട്? ഞാൻ അമ്മ ഒരുപാട് വഴക്ക് പറഞ്ഞു. ഒരു പ്രാവശ്യത്തായിട്ട് കുറെ സമ്മാനങ്ങളാ കൊടുത്തൊന്നും മാപ്പ് പറയണം. ഞാൻ തിരികെ വരികയാണെങ്കിൽ കാണാം. പാവം ഹൈസ്കൂൾ തോറ്റ മനസ്സ് എത്ര പെട്ടെന്ന് അലിഞ്ഞ്. അതൊക്കെ എല്ലാരും കൂടെ എടുത്തോ. 2 അത് മതി, പോ. എന്നോട് ക്ഷമിക്കണം അമ്മേ. അയ്യോ ഇതെന്താ? എല്ലാ തെറ്റുകൾക്കും മാപ്പ്. ഞങ്ങൾ ഇവിടെ താമസിക്കാൻ പറ്റുന്നില്ല. എത്ര കാലം വേണേലും നിങ്ങൾ ഇവിടെ താമസിച്ചോ. ഒരു തവണ പോലും നിങ്ങൾ വാടക മുടക്കിയിട്ടില്ല. ഈ വീട് ചീത്തയാക്കിയിട്ടില്ല. അങ്ങനെയുള്ള നിങ്ങളോട് ഞാൻ വലിയ ക്രൂരതയാ കാണിച്ചത്. എന്നോട് ക്ഷമിക്കില്ലേ അമ്മേ? എന്താ പണിക്കര് ഇത്? അതിന് പണിക്കര് തെറ്റൊന്നും ചെയ്തില്ലല്ലോ. വാടകക്കാര് വീട്ടിൽ നിന്ന് ഇറങ്ങാതിരുന്ന ആർക്കും ദേഷ്യം തോന്നും. ഈ പറഞ്ഞത് അമ്മയുടെ വലിയ മനസ്സ്. ഞാൻ ചെയ്ത തെറ്റിന് നല്ല ഒന്നാന്തര ശിക്ഷ എനിക്ക് കിട്ടുകയും ചെയ്തു. സിറ്റിയിൽ ഞാൻ താമസിച്ചിരുന്ന ലോഡ്ജില് മുറി വെച്ചിരുന്ന 6000 രൂപ ആരോ കട്ടുകൊണ്ടുപോയി. എനിക്കത് കിട്ടണം. 6000 രൂപയോ? 6000 രൂപ. ആ നിമിഷം ഞാൻ ആ ലോഡ്ജിൽ നിന്ന് ഇറങ്ങി. എന്തിനാ ലോഡ്ജിൽ താമസിച്ച? അത് ഈ ചില്ലറ കോൺട്രാക്ട് വർക്കുണ്ടേ, ബില്ല് മാറി കിട്ടണം. എഞ്ചിനീയർ ഓഫീസിൽ ദിവസവും പോണം. ആരാമ ഈ മുറി താമസിക്കുന്നത്? ആരുമില്ല. എനിക്കും തോന്നി 2 ദിവസത്തിനാകും ബില്ല് മാറി കിട്ടും. ലോഡ്ജിൽ പോകാൻ ഇനി എനിക്ക് ധൈര്യമില്ല. 2 ദിവസം ഞാൻ ഒരു ഉപദ്രവം ഉണ്ടാക്കില്ല. ഈ മുറി താമസിച്ചോട്ടെ. അയ്യോ അത് അമ്മയുടെ മോനെ പോലെ എന്നെ കരുതണം. അതല്ല, പണിക്കര് കിടക്കണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇത് പണിക്കരുടെ വീടല്ലേ? അയ്യോ, ആ അധികാരത്തിൽ വന്നതല്ലമ്മേ, വേറെ നിവൃത്തിയില്ലാഞ്ഞിട്ടാ. അപ്പൊ ഞാൻ സാധനങ്ങളൊക്കെ അകത്തേക്ക് വെക്കട്ടെ? സാധനങ്ങളോ? ഞാനത് പറയാൻ മറന്നു. ഞാനൊരു പ്രത്യേക സ്വഭാവക്കാരനാ. ലോഡ്ജിലായാലും വീട്ടിലായാലും ഞാൻ എന്റെ സ്വന്തം കട്ടിലേക്ക് കിടക്കൂ. മറ്റുള്ളവരുണ്ടാക്കിയ ഒരു തരി ഭക്ഷണം പോലും ഞാൻ കഴിക്കില്ല. അതുകൊണ്ട് എല്ലാവിധ സജ്ജീകരണങ്ങളും ഞാൻ കൂടെ കൊണ്ട് നടക്കും. എന്നെ അകത്തേക്ക് വെക്കട്ടെ? ഈ പറ്റിയെന്ന് വിളിച്ചേ. മാറിക്കേ. ഹലോ, കുട്ടി ഇവിടെ? ഞാൻ ഓഫീസിൽ നിന്ന് വരിക. ഓ ഐ സി. പിന്നീട് അവനെവിടെങ്ങാനും വന്നു? പിന്നെ കണ്ടില്ല സർ. കാണില്ല. സത്യത്തിനും നീതിക്കും വേണ്ടി അവന്റെ മോന്തക്കിട്ട് ഞാൻ റെഡി കൊടുത്തു. പട്ടിയെ പോലെ മൂങ്ങിക്കൊണ്ട് അവൻ പോയി. പക്ഷേ അവനാള് സ്വല്പം പെശക. ഇനി എപ്പോഴെങ്കിലും ശല്യപ്പെടുത്താൻ വന്നാൽ കുട്ടി നേരെ എന്റെ അടുത്തേക്ക് വന്നേ. ഇറ്റ്സ് മൈ ഡ്യൂട്ടി. പിന്നെ ഞാൻ നമ്മുടെ ആ പഴയ സുകുമാരക്കുറുപ്പിനെ പിടിക്കാൻ വേണ്ടി ഹുബ്ലിയിലേക്ക് പോവുകയാണ്. അയാൾ അവിടെ ഉണ്ടോ? സൂചനയുണ്ട്. ഇത്തവണ സുകുമാരക്കുറുപ്പിന് എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. തിരിച്ചു വന്നിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ? ഓക്കെ സർ. മീര, ഒന്നുമില്ല. ചേച്ചി, ലാൻഡ്ലോഡ് ആ പണിക്കലുണ്ടല്ലോ, അയാൾ പെട്ടി കിടക്കാനെല്ലാം എടുത്തോണ്ടിരിക്കുക. എന്തിന്? അയാൾ നമ്മുടെ വീട്ടിൽ താമസിക്കാൻ പോത്രേ. ആ മുറിയിലുണ്ട്. എവിടെ? പുറത്തു പോയിട്ടില്ല. അമ്മേ, ദേശ അരി കഴുകാണ്. അരിക്കൊക്കെ ഇപ്പൊ എന്താ വില?
വെച്ചിട്ടമ്മേ അയാൾ മുറി കയറി കൂടിയത്? അമ്മ സമ്മതം കൊടുത്തോ? അത് അയാൾ 2 ദിവസം കഴിഞ്ഞ് പോവും. 2 ദിവസമല്ല, 2 നിമിഷം പോലും അയാൾ ഇവിടെ നിൽക്കാൻ പാടില്ല. നമുക്ക് എതിര് പറയാൻ പറ്റുമോ മോളെ? ഇത് അയാളുടെ വീടല്ലേ? അല്ല, നമ്മൾ വാടക കൊടുക്കുന്ന കാലം വരെ ഇത് നമ്മുടെ വീടാ. നാണമുണ്ടോ ആ മനുഷ്യന്? നമ്മുടെ അടുക്കള കയറി അരി കഴുകുക അയാള്. തീ പിടിച്ച വിലയാണ് എത്ര അരിക്ക്? അതിന് ഞാനെന്ത് വേണം? ഇപ്പൊ തന്നെ ഇവിടുന്ന് ഇറങ്ങണമെന്ന് അമ്മയൊന്ന് പറയൂ. 2 ദിവസത്തെ കല്യാ മോളെ. അമ്മയെ കൊണ്ട് ഞാൻ തോറ്റു. കട്ടിലും കിടക്കയും പാത്രങ്ങളും സ്റ്റൗവൊക്കെ ആയിട്ടല്ലേ അയാൾ വന്നിരിക്കുന്നത്. ആ, അത് പണിക്കരുടെ ഒരു ശീലാത്രേ. സ്വന്തം കട്ടിലേ കിടന്നുറങ്ങിയാലേ ഉറക്കം വരൂ, സ്വന്തമായിട്ട് പാചകം ചെയ്ത് കഴിച്ചാലേ തൃപ്തിയാവൂ. ചില ആളുകൾ അങ്ങനെ എല്ലാം തന്നെത്താൻ ചെയ്യണം. തന്നെത്താൻ ചെയ്യലൊക്കെ അയാളുടെ വീട്ടിൽ ചെന്നിട്ട് മതി. ഇവിടുത്തെ എഞ്ചിനീയർ ഓഫീസിൽ ഏതോ കടലാസ് ശരിപ്പെടുത്താൻ വേണ്ടിയിട്ടാ. 2 ദിവസത്തേക്ക് മതി. ഏതെങ്കിലും ലോഡ്ജിൽ ഒരു റൂം കിട്ടില്ല അയാൾക്ക്? ആ, അതല്ലേ കുഴപ്പമായത്. ലോഡ്ജ് മുറിയിൽ ഏതോ കള്ളന്മാര് 6000 രൂപ കട്ടോണ്ട് പോയത്രേ. പാവം പണിക്കര്. ഒക്കെ നുണയാണമ്മേ. അയാളുടെ രൂപ വെക്കാൻ അയാളേക്കാൾ വലിയ കള്ളൻ ഈ ലോകത്തുണ്ടായിട്ട് വേണ്ടേ? അയാളോട് ഇറങ്ങിപ്പോ അമ്മ എന്ന് പറയുന്നുണ്ടോ? ഞാനിപ്പോ എങ്ങനെയാ പറയുന്നേ? വിളക്ക് കത്തിച്ചിട്ട് പറയാം. ദീപം 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 നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ, നരകവാരിധി നടുവിൽ ഞാൻ. ഈ നരകത്തിൽ നിന്നെ കരകേറ്റിയിടണം, തിരുവൈക്കം വാഴും ശിവശംഭോ. എന്തൊക്കെയാ അമ്മ ഈ കാണുന്നത്? ഇപ്പൊ അമ്മയ്ക്ക് മനസ്സിലായോ? അയാളോട് ഇറങ്ങി പോകാൻ പറയൂ ചേച്ചി. അയാളുടെ വീടാണെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമാണ്. ഈ നരകത്തിൽ ഞങ്ങളുടെ വീട്ടിൽ വിളക്ക് കത്തിക്കാനും പ്രാർത്ഥിക്കാനും ഞങ്ങളുണ്ട് ഇവിടെ. വാഴും. പ്ലീസ്, സന്ധ്യാനാമം ചൊല്ലുമ്പോ ബഹളം ഉണ്ടാക്കരുത്. ദൈവം ശിക്ഷിക്കും. തന്നെക്കാളും വലിയൊരു ശിക്ഷ ഇനി വേറെ ഇല്ലല്ലോ. നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ, നരകവാരിധി നടുവിൽ ഞാൻ. നിർത്തിട്ട് എന്നിട്ട് ഈ നരകത്തിൽ നിന്നെ നാമം ചെല്ലുമ്പോ ശല്യം ചെയ്ത ദൈവം കോപിക്കും. അമ്മ ഇന്ന് ഉണ്ടായിരിക്കെ. നീ ഞാൻ പറയുന്നൊന്ന് കേക്കുമോളെ. അയാള് നാമം ചൊല്ലിക്കഴിഞ്ഞ് നമുക്ക് സ്വൈര്യമായിട്ട് സംസാരിക്കാമല്ലോ. ഇങ്ങോട്ട് വന്നേ. ശംഭോ മഹാദേവ. ശിവശംഭോ ശംഭോ ശിവശംഭോ. നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ, നരകവാരിധി നടുവിൽ ഞാൻ.